കണ്ട ഇത് കപ്പ തൊണ്ട് പൊളിച്ചിട്ട് അവിൽ കപ്പ, അതായത് ചെറുതാക്കി നമുക്ക് വറുത്ത് ചിപ്സാക്കാൻ വേണ്ടിയുള്ളത്. ഇതാ പച്ചക്കാണ്, വാട്ടിയിട്ടൊന്നുമില്ല. ഇത് വാട്ടിയതാട്ടോ, ചൂടുവെള്ളത്തിലിട്ട് വാട്ടിയെടുത്ത്. ഇത് പച്ചക്കാണ്. പച്ചയ്ക്ക് ഉണങ്ങിയിട്ട് നമ്മൾ പൊടിച്ച് കപ്പപ്പുട്ട് ഉണ്ടാക്കാണ്. ഭയങ്കര ടേസ്റ്റാണ്. അതൊക്കെ ഒന്ന് തിന്ന് ഓർമ്മ കൊണ്ട് ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇത് വാട്ടുകപ്പ. ഇത് നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വയ്ക്കുക. ആവശ്യമുള്ളപ്പോൾ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം തേങ്ങ അങ്ങനെ കടുകൊക്കെ വറുത്ത് ഉലർത്തി തിന്നാം. കണ്ടോ, ഒരു 5 കിലോ കപ്പ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെണ്ട് മുറിയാനായിട്ട് കുറച്ച് ഞാൻ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു ഇന്ന് രാവിലത്തെ പണി. ഇവയൊക്കെ നല്ല വെയിലായതുകൊണ്ട് ഈ വെയിലത്തെല്ലാം വേഗം ഉണങ്ങി കെട്ടും. ഒരു 2-3 ദിവസം കൊണ്ട് ഉണങ്ങി കെട്ടി വെക്കാം നമുക്ക്. പിന്നെ വേനലായതുകൊണ്ട് എല്ലാം ഉണങ്ങണ സമയമാണ്. കേട്ടോ, കുറച്ച് കുരുമുളക് കൊണ്ടുവന്നു. ഇത് കായ്, പാളയംകുടം കായ് അരിഞ്ഞുണങ്ങിയത്. പിന്നെ മഞ്ഞൾ നിങ്ങളെ കാണിച്ചതാണ്. കേട്ടോ, മഞ്ഞളൊക്കെ ഉണങ്ങായിട്ടിരിക്കുക. പിന്നെ ഇത് ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കാനാണ്. അതായത് നെല്ലിക്കായും ക്യാരറ്റും കൂടെ, ക്യാരറ്റല്ല ബീട്രൂട്ടും കൂടി ഉണക്കി ചോപ്പ് ചെയ്തിട്ട് നമ്മളത് ഉണക്കിയെടുത്തിരിക്കുകയാണ്. ഇത് ഉണക്കിയെടുത്ത് ഇനി ഇത് പൊടിക്കണം. 2 ദിവസത്തെ ഉണക്കാണ്. കേട്ടോ, ഇനി അത് പൊടിച്ചിട്ട് ടിന്നിലാക്കിയിട്ട് ആവശ്യത്തിന് ഡ്രിങ്ക്സ് ഉണ്ടാക്കി കുടിക്കാം. ഇത് മറ്റൊന്ന്, ഇതും ഡ്രിങ്ക്സ് ഉണ്ടാക്കാനുള്ളത്. ഇത് മനസ്സിലായത് എന്തിൻ്റെ വിത്താന്നുള്ളത്, ശംഖുപുഷ്പത്തിൻ്റെ വിത്താണ്. ഇതിങ്ങനെ തന്നെ പൊട്ടി വീണിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ. കണ്ട, ശംഖുപുഷ്പത്തിൻ്റെ പൂവും നല്ലതാണ്. അപ്പോൾ ഇത് ഉണക്കി കഴിഞ്ഞിട്ട് ഇതും പൊടിച്ച് വയ്ക്കുക. രാവിലെയും വൈകിട്ടും 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കലർത്തി കഴിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ചെയ്യണേ.